എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ 90% പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയും 10% എന്നെ ഒപ്പോസ് ചെയ്യുകയും ചെയ്താൽ എന്താ പ്രശ്നം? ഇപ്പോൾ പേർലി മണിക്ക് കാവ്യാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഇഷ്ടമുള്ളവരുണ്ട്, വൈറ്റ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എന്താ പ്രശ്നം? അതിനിത്ര സൈബർ ബുള്ളിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാളൊരു ഒപ്പീനിയൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലത്തെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്നൊന്നും എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുന്നു, അത് നമ്മൾ കാണുന്നതനുസരിച്ച് അവർക്ക് വരുമാനം കിട്ടുന്നു, അവർ ഏൺ ചെയ്യുന്നു, അവരുടെ ജീവിത മാർഗ്ഗമാണ്. ഇത് കണ്ട് എൻജോയ് ചെയ്ത് പോകാനുള്ളതിന് ബാക്കിയുള്ളവരൊക്കെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരും നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് കരുതും. നമ്മുടെ ഇമോഷൻസും നമ്മുടെ തോട്ടും എല്ലാം അവരും സെയിം ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ്. മലയാളികൾ ഇത്രയും എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോരമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്താ ഇങ്ങനെ സെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരിക്കുള്ള സൈബർ ബുള്ളി എന്തുമാത്രം സൈബർ ബുള്ളിങ് ആണ്. ഈ ഒരു ഒപ്പീനിയൻ്റെ പേരിൽ അൺഫോളോ ചെയ്യുന്നു, അതെന്തോ ആയിക്കോട്ടെ, ശരി, ഇഷ്ടമല്ലേ അൺഫോളോ ചെയ്തോ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഭയങ്കര ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി, ഇതൊക്കെ വെറും അൺനെസസറി അല്ലേ? ഒരാളൊരു ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല.